നാളെയും മറ്റന്നാളും ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ. അമേരിക്കയിൽ ആഞ്ഞടിക്കുന്ന ശീതക്കാറ്റിനെ തുടർന്നാണ് തീരുമാനം. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അമേരിക്കയിലെ 13 സംസ്ഥാനങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടുത്ത ശൈത്യതരംഗം, അതിനേക്കാൾ വലിയ ശീതക്കാറ്റുമാണ് അമേരിക്ക നേരിടുന്നത്. ഏതാണ്ട് -30 ഡിഗ്രിയിലേക്ക് സംസ്ഥാനങ്ങളെല്ലാം, അമേരിക്കയിലെ എല്ലാ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും മാറിക്കഴിഞ്ഞു. ആ -30 ഡിഗ്രിയിൽ കടുത്ത ശീതക്കാറ്റാണ്, കടുത്ത ശൈത്യമാണ്. ആ ഒരു കാലാവസ്ഥയിൽ വിമാനങ്ങൾക്ക് പറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഏതാണ്ട് 10,000-ഓളം വിമാനങ്ങൾ വരും ദിവസങ്ങൾ ലോകത്തെമ്പാടും നിന്നും അമേരിക്കയിലേക്ക് വരുന്ന 10,000-ഓളം വിമാനങ്ങളുടെ യാത്ര തടസ്സപ്പെടുമെന്ന് അമേരിക്കയിൽ നിന്ന് അറിയിപ്പ് വന്നിരുന്നു. അതിനുശേഷമാണ് എയർ ഇന്ത്യ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെയും മറ്റന്നാളും, അതായത് അമേരിക്കയിൽ 25-26 തീയതികളിലേക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കും ന്യൂജേഴ്സിയിലേക്കുമുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്നും യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ ഒരു അറിയിപ്പുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിമാനങ്ങൾ റദ്ദാക്കുന്നതെന്നും എയർ ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.